കളപ്പുര അമ്പലത്തിൽ ഉത്സവം തുടങ്ങി കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കളപ്പുര അമ്പലം, ശ്രീ കണ്ഠാകർണ സ്വാമി ക്ഷേത്രം. അപ്പോൾ 10 ദിവസത്തെ പരിപാടികളും പോയി കാണാൻ പറ്റിയെങ്കിൽ പോയി കണ്ട ദിവസങ്ങളിലെ എല്ലാ വിഷ്വൽസും ഈ വീഡിയോയിലുണ്ട് കേട്ടോ. ഈ ഉത്സവങ്ങളെല്ലാവേ നമുക്കൊരു ഹരം കൊള്ളുന്നൊരു കാഴ്ചകളൊക്കെ തന്നെയാണ് അല്ലേ. താലപ്പൊലി, ചെണ്ടമേളം, ആറാട്ട്, ശീവേലി, എല്ലാവർക്കും സന്തോഷം, ഗാനമേള, ഡാൻസ്, കൈകൊട്ടിക്കളി, പാട്ട്, അങ്ങനെ വേണ്ട സർവ്വ കലാരൂപങ്ങളും കൂടെ അണിനിരന്ന അമ്പലം ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്ന സമയമാണ് കേട്ടോ ഈ പൂരങ്ങൾ ഇല്ലെങ്കിൽ എന്താ ഈ ആഘോഷങ്ങളെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്പലവും എന്താ ഇതേപോലെ അടിപൊളിയായിട്ട് വെടിക്കെട്ടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന 10 ദിവസമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഇതാ ഈ ചെണ്ടമേളം ഉണ്ടല്ലോ, ഈ ചെണ്ടമേളത്തിൻ്റെ കൂടെ കിടന്ന ആൾക്കാർ, അതായത് കുഞ്ഞുങ്ങൾ മുതൽ വലിയ അപ്പൂപ്പന്മാർ വരെ, പിന്നെ പെൺപിള്ളേരാണല്ലോ ഒക്കെ അവരങ്ങ് അതിമറന്ന് നിന്ന് ഇവരുടെ കൂടെ തന്നെ ആ താളത്തിനനുസരിച്ച് തുള്ളുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. നമുക്ക് തുള്ളാൻ പറ്റിയില്ലെങ്കിലും മനസ്സുണ്ടെങ്കിൽ നമ്മൾ അത്ര സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും. അമ്മുംകുടവും ചെണ്ടമേളവും അങ്ങനെ പല പല കലാരൂപങ്ങൾ ഇങ്ങനെ ഈ 10 ദിവസം ഇങ്ങനെ മാറി മാറി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അവനവൻ്റെ കുഞ്ഞു മക്കളെ തോളിലേറ്റി അച്ഛന്മാർ ഈ ചെണ്ടയ്ക്കൊപ്പം തുള്ളുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷം. പിന്നെന്താ, ഒരു വശത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ അടുത്ത വശത്ത് സ്റ്റേജിൽ ഇതാ ഓരോരോ കലാപരിപാടികൾ നടക്കുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേർ ഡാൻസ്, കൈകൊട്ടിക്കളി, പിന്നെന്താ സോളോ പെർഫോമൻസ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലോ പൂരപ്പറമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യമല്ലല്ലോ, പല കാര്യങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെടിക്കെട്ട്, ഡാൻസ് പെർഫോമൻസ്, പാട്ട്, പിന്നെ പൂരത്തിൻ്റെ ആയിട്ടുള്ള ചെണ്ടമേളം, താലപ്പൊലി, പിന്നെ എന്താ ആറാട്ട്, അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ഒരേ സമയത്ത് അത്രയും ആഘോഷ രാവെന്ന് തന്നെ പറയണം അല്ലേ. രാപ്പകലില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സമയം തന്നെ കേട്ടോ. പിന്നെ ഇപ്പം ഈ കൈകൊട്ടിക്കളി ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഇവിടെ ഈ 10 ദിവസം കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ വെടിക്കെട്ട് കാഴ്ച. അയ്യോ, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത്ര അടുത്ത് നിന്ന് ഞാൻ ഈ പടക്കം ഇങ്ങനെ പൊട്ടുന്നത് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഹരിക്കുട്ടനും ഇത് ഭയങ്കര ആവേശത്തോടെ നിന്നിട്ട് ഹായ് ലൈറ്റ് എന്നൊക്കെ പറയണമെന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വിഷുവിന് പടക്കം പൊട്ടിച്ചപ്പോൾ ഓടി അകത്ത് കയറിയ ആളാണ്. പക്ഷേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടപ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷം. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കളപ്പുര അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാലേ കൊമ്മാടി, ആറട്ടഴി, കളപ്പുര ആ ഒരു ഏരിയയിലെ ആൾക്കാരായിരിക്കട്ടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരും എങ്കിൽ പോലും ഇത്രയും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ഇവരെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ഒന്ന് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഉത്സവം അങ്ങനെ നടന്നു പോകുന്നത്. പിന്നെ ഉത്സവമല്ലേ, കണ്ടിട്ടും കാണാതെ പോകുന്നവരും കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നവരും കാണാഞ്ഞിട്ട് വന്ന് വിളിച്ച് സംസാരിക്കുന്നവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. മനുഷ്യർ പലവിധമല്ലേ. അതെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ കണ്ടോ? ഇല്ലല്ലോ, അതേ നിൽക്കുന്നു ഞങ്ങളിതാ ഈ പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹരിക്കുട്ടനാണെങ്കിൽ ഈ പല പല കളറിൽ പൊട്ടുന്ന എന്താണെന്ന് മനസ്സിലാകാതെ ഇത് ലൈറ്റ് ആണെന്നും പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ എന്താ ഈ കാണുന്ന പടക്കങ്ങളെല്ലാം പൊട്ടിയ ശേഷം അടുത്ത വന്നൊരു സൂപ്പർ സാധനമായിരുന്നു. എയറിൽ ചെന്ന പടക്കം ചീറ്റിപ്പോയെന്ന് കേട്ടോ ആദ്യം എല്ലാവരും കഴിഞ്ഞത്. പക്ഷെ അല്ല, ഇത് ഇങ്ങനത്തെ പടക്കം പൊട്ടത്തില്ല. പകരം ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത് സൂപ്പറായിട്ടുണ്ട്. കാര്യം പേടിയുള്ളവർക്കൊന്നും, അതായത് പടക്കങ്ങളൊക്കെ പേടിയുള്ളവർക്ക് പൊട്ടുന്ന സൗണ്ടൊന്നും കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കൊള്ളാം കേട്ടോ. കാര്യം കൂട്ടത്തോടെ വിസിലടിക്കുന്ന ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഈ പടക്കം. അങ്ങനെ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഗാനമേള തുടങ്ങി കേട്ടോ. എങ്കിൽ പിന്നെ കുറച്ച് നേരം ഗാനമേളയെല്ലാം കേട്ടിട്ട് 2-3 പാട്ടൊക്കെ അങ്ങനെ കേട്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ഹരിക്കുട്ടിന് പെൻഗ്വിൻ വേണം. ബലൂൺ വേണ്ട, ബലൂൺ 2 ദിവസം വാങ്ങി പൊട്ടിച്ച് കളഞ്ഞ്. ഇന്നലെ ഒരു ഡോൾഫിനെ വാങ്ങി, ഡോൾഫിൻ്റെ പുറത്തിരുന്ന് കളിയായിരുന്നു. ഇപ്പോൾ പെൻഗ്വിനെ വേണം. അങ്ങനെ പെൻഗ്വിനെ വാങ്ങി കേട്ടോ. പെൻഗ്വിനെ അപ്പോഴാണ് ഹരിക്കുട്ടൻ ശ്രദ്ധിച്ചത് ഷൂ ഇല്ല. അങ്ങനെ സ്വന്തം ഷൂ എല്ലാം ഊരിക്കൊടുത്ത് പെൻഗ്വിനെ ഷൂ എല്ലാം ഇടിപ്പിച്ച കേട്ടോ അവിടെ നിർത്തിയേക്കുന്നത്. പിന്നെ ഓരോ പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് എണീറ്റ് ഒന്ന് കൈയൊക്കെ കൊട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാട്ടൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ മകൻ. അതുകൊണ്ട് 10 മണിയോട് കൂടി എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിലോട്ട് പോകാൻ പോയപ്പോഴും വീണ്ടും ആ കട കണ്ടത്.
പിന്നെ ഹരിക്കുട്ടൻ്റെ കൺട്രോൾ അങ്ങ് പോയി. പിന്നെ ഏത് പോയി എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് പിന്നെ ഞാൻ തന്നെ ഒരെണ്ണം ചൂസ് ചെയ്ത് കൊടുത്ത് ഒരു ഹെഡ് ജോഗിനെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ലൈറ്റും കത്തുകൊണ്ട് സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ച് അങ്ങ് സന്തോഷമായിട്ട് ഞങ്ങൾ ആ വീട്ടിലോട്ട് പോകണേ. ടാറ്റാ ബൈ ബൈ.